സതീശനെ തോൽപ്പിക്കണമെന്നുള്ള ഒരു താല്പര്യം LDFിനുണ്ട്. അതിനുവേണ്ടി ഇപ്പോൾ അവർ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ അവർ നടത്തുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി രണ്ട് മൂന്ന് ഓപ്ഷൻസാണ് അവരുടെ മുന്നിലുള്ളത്. ഒന്ന് CPIക്ക് ഒരു പ്രധാനപ്പെട്ട ഒരാളെ അവിടെ കൊണ്ട് മത്സരിപ്പിക്കുക. അതിപ്പോൾ VS സുനിൽകുമാറിൻ്റെ പേര് അവിടെ നിന്ന് കേൾക്കുന്നുണ്ട്. തൃശ്ശൂരുകാരനായ VS സുനിൽകുമാറിനെ പറവൂരിൽ കൊണ്ട് മത്സരിപ്പിച്ച് അദ്ദേഹം ഓൾറെഡി ഒരു ടൈം ഇത് കൊടുത്തിട്ട് സതീശനെ തോൽപ്പിക്കാമെന്നുള്ളൊരു ധാരണ CPIക്കകത്തുണ്ട്. അത് ചർച്ചയാണ് അവർ പറയുന്നത്. വരുമോ എന്നൊന്നും അറിയില്ല. ഇപ്പോൾ K ഇസ്മയിലിനെ പോലുള്ള ആളുകൾ പറയുകയും ചെയ്തു സുനിൽകുമാറിനെ അവിടെ കൊണ്ട് മത്സരിപ്പിക്കണം. അദ്ദേഹത്തിന് ഓൾറെഡി ഒരു ടൈം അളവ് കൊടുത്തിട്ടാണല്ലോ തൃശ്ശൂർ. പക്ഷേ അത് എത്രമാത്രം വിജയിക്കുമെന്ന് അറിയില്ല. കാരണം പന്തിൻ രവീന്ദ്രനെ പോലെ വലിയൊരു നേതാവിനെ അവിടെ കൊണ്ട് മത്സരിപ്പിച്ചിട്ട് പോലും അവിടെ ജയിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ പകരം മറ്റൊരു ഓപ്ഷനായിട്ടുള്ളത് ഈ മണ്ഡലം CPM ഏറ്റെടുക്കുകയും CPMൻ്റെ ഒരു സ്ഥാനാർത്ഥിയെ അവിടെ രംഗത്തിറക്കിയാൽ VD സതീശനെ ഒതുക്കാൻ കഴിയുമെന്നുള്ളൊരു താല്പര്യം അതിനകത്ത് ഡിസ്കഷനുണ്ട്. അതോടൊപ്പം അദ്ദേഹത്തിനെതിരെ വന്നിരിക്കുന്ന ഒരു നീക്കമാണ് ഈ BJPക്കും അതുപോലെ തന്നെ NSS SNDP തുടങ്ങിയ സംഘടനകളുടെ നേതാക്കന്മാർക്കും സതീശനെ തോൽപ്പിക്കണമെന്ന് താല്പര്യമുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ വളരെ പരസ്യമായി തന്നെ VD സതീശനെ അധിക്ഷേപിക്കുന്ന തരത്തിൽ പലതവണ ഈ ഒരു കാര്യമാണ് ഇതിൽ ഊന്നിക്കൊണ്ടായിരിക്കും ഒരു പക്ഷേ ഇടതുപക്ഷത്തിൻ്റെ ഒരു സ്ഥാനാർത്ഥി അവിടെ അവതരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇപ്പോൾ CPMനെ സംബന്ധിച്ചിടത്തോളം CPM ഈ മണ്ഡലത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സമ്മർദ്ദം നടത്തുന്നുണ്ട് എന്നുള്ളത് രഹസ്യമായ ഒരു പരസ്യമായ രഹസ്യമാണെന്ന് പറയേണ്ടി വരും. അതായത് CPIയിൽ നിന്ന് മണ്ഡലം ഏറ്റെടുക്കാനായിട്ട് CPMന് താല്പര്യമുണ്ട്. ഈ CPIയുടെ ലെഗസി എന്നൊക്കെ പറയുമ്പോഴും CPI ഇപ്പോൾ പേരിന് മാത്രമായി മാറിയൊരു സാഹചര്യം ഈ മണ്ഡലത്തിലുണ്ട്. CPM അല്പം കമ്പാരിറ്റീവ്ലി CPM ആണ് കുറച്ച് കാര്യത്തിലായിരുന്നു. അതെ, അവിടെയുള്ള ആളുകൾ പോലും പറയുന്നത് CPM ആണ് ഇവിടുത്തെ ഈ പറയുന്ന കമ്പാരിറ്റീവ്ലി CPIയുമായിട്ട് നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോൾ ശക്തമായ പാർട്ടി എന്ന് അവിടെയുള്ള ആളുകൾ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഈ CPMനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ കേഡർമാരുള്ള അല്ലെങ്കിൽ കൂടുതൽ വോട്ടുള്ള ഒരു മണ്ഡലത്തിൽ തങ്ങളുടെ സ്ഥാനാർത്ഥി വരണമെന്നുള്ള ഒരു ആഗ്രഹം CPMനുണ്ട്. അപ്പോൾ ഒരുപക്ഷെ CPM മുന്നിൽ കാണുന്ന ഒരു ടാക്ടിക്സ് എന്ന് പറയുന്നത് അങ്ങ് നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ സമുദായ സംഘടനകളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ VD സതീശനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഇടയ്ക്കിടെ ഈ NSSൻ്റെ കാര്യങ്ങളോ നമ്മൾ SNDP ഒക്കെ പറയുന്ന സമയത്ത് പറയാതെ തന്നെ VD സതീശൻ പലപ്പോഴും വർഗീയതയ്ക്കെതിരാണ് താൻ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നിലപാടുകൾക്കെതിരാണ് താൻ എന്നുള്ള ഒരു പരസ്യ പ്രതികരണം നടത്തുന്ന ഒരാളാണ്. അപ്പോൾ VD സതീശനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം സംഘടനകളുമായി പ്രത്യക്ഷത്തിൽ വലിയ എതിർപ്പൊന്നുമില്ലെങ്കിലും ഇത്തരം നിലപാടുകളോട് ഒരു സമദൂരം. സതീശനോടുള്ള അസംതൃപ്തി വെള്ളാപ്പള്ളി നടേശൻ മാത്രമല്ല NSSൻ്റെ സുകുമാരൻ നായരും പരസ്യമായി പ്രകടിപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ മണ്ഡലത്തിൽ ഈ സമുദായ സംഘടനകളുമായിട്ടുള്ള ഈ അതൃപ്തി മുതലെടുത്തുകൊണ്ട് ഒരു സ്ഥാനാർത്ഥിയെ കെട്ടിയിറക്കുക എന്നുള്ളത് CPMനെ സംബന്ധിച്ചിടത്തോളം, കാരണം ഇപ്പോൾ നിലവിൽ സർക്കാരുമായിട്ട് SNDPക്കൊക്കെയുള്ള ബന്ധം നമുക്ക് നന്നായി അറിയുന്നതാണ്. പരസ്യമായിട്ട് സർക്കാർ അനുകൂല നിലപാടെടുക്കുന്ന സമുദായ സംഘടനയാണ് ഈ SNDP.